കൊച്ചിയിലും തിരൂരിലും പിടിച്ചെടുത്ത ബ്രാൻഡഡ് വാച്ചുകളുടെയും സൺഗ്ലാസുകളുടെയും വ്യാജനുകൾ എത്തിച്ചത് ചൈനയിൽ നിന്ന്. സിംഗപ്പൂരിൽ നിന്നും വ്യാജനുകൾ എത്തിയതായി സംശയമുണ്ട്. അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ച് കസ്റ്റംസും പോലീസും. കോടിക്കണക്കിന് രൂപയുടെ ആഡംബര വാച്ചുകൾ കടത്തിയ സംഭവത്തിൽ തെലുങ്കാന മന്ത്രി പൊങ്കുലേട്ടി ശ്രീനിവാസ റെഡ്ഡിയുടെ മകൻ ഹർഷ റെഡ്ഡിയിലേക്ക് ചെന്നൈ കസ്റ്റംസ് അന്വേഷണം എത്തിയിരുന്നു. ഒറിജിനലിനെ വെല്ലുന്ന വ്യാജ വാച്ചുകളായിരുന്നു പിടികൂടിയിരുന്നത്. കസ്റ്റംസും പോലീസും ചേർന്ന് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിലായിരുന്നു വ്യാജ വാച്ചുകൾ പിടികൂടിയത്. റാഡോ അടക്കമുള്ള കമ്പനികളുടെ വാച്ചുകൾ വ്യാജന്മാരിലുണ്ടായിരുന്നു. ഇതെല്ലാം എത്തിയത് ചൈനയിൽ നിന്നാണെന്നാണ് വിവരം. സിംഗപ്പൂരിൽ നിന്നും വ്യാജനുകൾ എത്തിയതായി സംശയമുണ്ട്. 10,000 മുതൽ 3 ലക്ഷം രൂപ വരെ വാങ്ങിയായിരുന്നു വിൽപ്പന നടത്തിയത്. റെയ്ബാൻ ഗ്ലാസുകൾക്കും വ്യാജന്മാരുണ്ടായിരുന്നു. മലപ്പുറം, തിരൂർ എന്നിവിടങ്ങളിലും കൊച്ചി ബ്രോഡ്വേയിലും പരിശോധനകൾ നടത്തിയാണ് വാച്ചുകൾ പിടിച്ചെടുത്തത്. വ്യാജ വാച്ചുകൾ വിൽപ്പന നടത്തിയ വ്യാപാരികളുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയാണ്. പരിശോധനയിൽ ഏതാനും പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ബ്രാൻഡഡ് വാച്ചുകളുടെ 9,000-ഓളം വ്യാജനായിരുന്നു കണ്ടെത്തിയത്. വ്യാജ വാച്ച്, സൺഗ്ലാസുകൾ എന്നിവ പിടിച്ചെടുത്തതിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണമുണ്ട്. കോടികളുടെ ആഡംബര വാച്ചുകൾ കടത്തിയ കേസിൽ തെലങ്കാന മന്ത്രി പൊങ്കുലോട്ടി ശ്രീനിവാസ റെഡ്ഡിയുടെ മകനെ കേന്ദ്രീകരിച്ച് കസ്റ്റംസ് അന്വേഷണം നടക്കുന്നുണ്ട്. സിംഗപ്പൂരിൽ നിന്നും വ്യാപകമായ ആഡംബര വാച്ച് കടത്തലുണ്ട്. ജനം, കൊച്ചി.